ഫ്ലിൻറ്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്ന തീവാറുന്ന മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിലൂടെ ഞങ്ങൾ ഒരു യാത്ര നടത്തുകയാണ്. ഇന്നലെ ഞങ്ങൾ വട്ടിയൂർക്കാവ് ചേരുന്നു. ഇന്ന് തിരുവനന്തപുരത്തെ തന്നെ സുപ്രധാനമായ മത്സരം, കേരളം എമ്പാടും ഉറ്റുനോക്കുന്ന ഒരു മത്സരം നടക്കുന്ന മണ്ഡലമാണ് നേമം. നേമത്തിൻ്റെ ചരിത്രവും മറ്റുമൊക്കെ ഞങ്ങൾ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. പക്ഷേ നേമം ആദ്യമായി കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്ന ഒരു മണ്ഡലമാണ് ഒ രാജഗോപാലിലൂടെ. നിർഭാഗ്യവശാൽ എന്ന് BJPക്കാർ പറയുന്നത് പോലെ തുറന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞില്ല. ഒ രാജഗോപാൽ മാറി വേറൊരു സ്ഥാനാർത്ഥി വന്നു. പക്ഷേ കെ മുരളീധരൻ എന്ന് മത്സരിച്ചത് കാരണം ശക്തമായ ഒരു ത്രികോണ മത്സരം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും CPM-ൻ്റെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു. അവിടുത്തെ ഒരു കെമിസ്ട്രിയാണ്. ഒരു പൊളിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു കെമിസ്ട്രി അവിടെ ഉണ്ട്. ഇത്തവണയും അങ്ങനെ ഒരു മത്സരമാണ് അവിടെ നടക്കുന്നത് എന്നാണ് 3 സ്ഥാനാർത്ഥികളുടെയും ചിത്രങ്ങൾ തെളിഞ്ഞതോടെ മനസ്സിലാകുന്നത്. CPM-ൻ്റെ സ്ഥാനാർത്ഥി സ്വാഭാവികമായും വി ശിവൻകുട്ടി തന്നെയാണ്. മന്ത്രിയായ വി ശിവൻകുട്ടി തന്നെയാണ് നേമത്ത് വീണ്ടും മത്സരിക്കുന്നത്. മറ്റൊരു സ്ഥാനാർത്ഥിയെ അവർക്ക് നേമത്ത് പ്ലേസ് ചെയ്യാനില്ല എന്നുള്ള വസ്തുതയാണ്. അതേപോലെ തന്നെയാണ് BJPയുടെ സ്ഥാനാർത്ഥി 3 മാസം മുമ്പേ തന്നെ ഇലക്ഷൻ്റെ പ്രഖ്യാപനം പോയിട്ട് ഇലക്ഷനെക്കുറിച്ച് ആലോചന വരുന്നതിന് മുമ്പേ തന്നെ ആദ്യം സ്വയം പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം പറഞ്ഞു നേമത്ത് ഞാൻ മത്സരിക്കും. അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു. അദ്ദേഹം അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തി. ഇപ്പോൾ അവിടെ റോഡുകളെല്ലാം നന്നായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ്റെ മത്സരം രാജ്യം ഒട്ടാകെ ശ്രദ്ധിക്കുന്ന ഒരു മത്സരമായിരിക്കും. BJPയുടെ സംബന്ധിച്ചുള്ള ഒരു പ്രസ്റ്റീജ് മത്സരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുപോലെ തന്നെയാണ് കാത്തിരുന്നിട്ട് ആരെയായിരിക്കും കോൺഗ്രസ് അവിടെ പ്ലേസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കഴിഞ്ഞ തവണ കെ മുരളീധരൻ എന്താ എന്നറിയില്ല, അദ്ദേഹം വന്ന് മത്സരിച്ചത് ഒരു ബോൾഡായിട്ട് മത്സരിക്കുകയായിരുന്നു. കാരണം ആരും അങ്ങനെ ഏറ്റെടുക്കില്ല. കഴിഞ്ഞ കുറേ കാലമായി നേമത്ത് കോൺഗ്രസ് UDF സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉള്ളൊരു സ്ഥലത്തേക്ക് ആരും ധൈര്യപൂർവ്വം വന്ന് മത്സരിക്കില്ല. പക്ഷേ മുരളീധരൻ വളരെ ബോൾഡായിട്ട് അവിടെ വന്നു മത്സരിച്ചു. മുരളീധരൻ വോട്ട് കൂടുതൽ പിടിച്ചപ്പോൾ സംഭവിച്ചത് എന്താണെന്നുള്ള എല്ലാവർക്കും ആ കെമിസ്ട്രിയെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. എന്നാൽ ഈ മൂന്നാമത്തെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിൻ്റെ തെളിവ് ഇപ്പോൾ 2 ദിവസം മുമ്പ് വന്നു കഴിഞ്ഞു. KS ശബരിനാഥ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ യുവ നേതാക്കളിൽ ശ്രദ്ധേയനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. G. കാർത്തികേയൻ്റെ മകനാണ്. മാത്രമല്ല അദ്ദേഹം തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിൻ്റെ മേയർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് മേയർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. മുരളീധരനാണ് അത് നയിച്ചത് എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും ഇരട്ടി സീറ്റ് കോൺഗ്രസിന് ഇവിടെ ഉണ്ടായി എന്നുള്ളതും വസ്തുതയാണ്. അരുവിക്കരയിൽ നിന്ന് ഒരു തവണ MLA ആയ അദ്ദേഹം പിന്നീട് അവിടെ തോൽക്കുകയുണ്ടായി. പക്ഷേ എങ്കിലും തിളക്കം കുറയാത്ത ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു ദുർബലരായ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഇട്ടുമെന്ന് പറയാൻ പറ്റാത്ത തരത്തിൽ അത്രയും ശക്തമായ ഒരു ത്രികോണ മത്സരം, ഈ തീവാറുന്ന ത്രികോണ മത്സരം ഒന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ത്രികോണ മത്സരം ഉണ്ടാകും. പക്ഷേ അതിൽ എന്താണ് നമ്മൾ ആ മണ്ഡലത്തിൻ്റെ സവിശേഷതകൾ? താങ്കൾ ഒരുപാട് കണക്കുകൾ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. തീർച്ചയായും ഈ കേരളത്തിലെ ഇപ്പോൾ BJPക്ക് 140 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം കിട്ടും എന്ന് ഒരവസ്ഥ എത്തിയാൽ പോലും ആ ഒരു മണ്ഡലം നിയമമാകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. അത്രമാത്രം NDA സംബന്ധിച്ചിടത്തോളം, വിശേഷ BJP സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു മണ്ഡലമാണ് നിയമം. നോക്കൂ, ഒ രാജഗോപാൽ അദ്ദേഹം വിജയിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് 67,800 വോട്ടുകൾ ലഭിച്ചു. തൊട്ടടുത്ത് നിന്ന ശ്രീ വി ശിവൻകുട്ടി 51,000 വോട്ട് കിട്ടുമ്പോൾ അവിടെ മിസ്റ്റർ സുരേന്ദ്രൻ പിള്ള, ഇപ്പോൾ RJD രാജിവെച്ച സുരേന്ദ്രൻ പിള്ളയ്ക്ക് 13,860 വോട്ടാണ് കിട്ടിയത്. അപ്പോൾ അന്ന് ഉയർന്നൊരു വലിയ ആരോപണം അവിടെ ശ്രീ ഒ രാജഗോപാലിന് ജയിക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങിയത് UDF-ൽ നിന്ന് വലിയ തരത്തിലുള്ള വോട്ട് തിരിച്ച് ഒഴുകിയത് കൊണ്ടാണ്. ഇതിനെ സാധൂകരിക്കുന്നതായിരുന്നു ശ്രീ ശിവൻകുട്ടി ഇതേ അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അവിടെ നമ്മൾ പറഞ്ഞതുപോലെ ശക്തനായ ശ്രീ കെ മുരളീധരൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. കോൺഗ്രസിന് ഏതാണ്ട് 36,500 വോട്ട് ലഭിച്ചതോടെ ശ്രീ കുമ്മനം രാജശേഖരന് 51,800 വോട്ടായി കുറയുകയും അവിടെ ഈ പറയുന്ന ശ്രീ വി ശിവൻകുട്ടി ജയിക്കുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു പുതിയ പശ്ചാത്തലത്തിൽ നമുക്ക് 3 സ്ഥാനാർത്ഥികളും 3 തരത്തിൽ വളരെയധികം ശ്രദ്ധേയരാണ്. ശ്രീ വി ശിവൻകുട്ടിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഈ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന തരത്തിലും
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സംഭവിക്കുന്ന പല ഇടർച്ചകളും ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശക്തമായി ജനങ്ങളോടൊപ്പം നിന്ന് സംസാരിക്കുന്നു, തോന്നലുണ്ടാക്കാൻ വിജയിക്കുകയും ചെയ്ത ഒരാളെന്ന തരത്തിൽ അദ്ദേഹത്തിന് വലിയ മൈലേജ് അവിടെ ഉണ്ട്. ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം പറഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വം ഉണ്ടായതിനു ശേഷം വിമർശകർ പറയുന്നതിനപ്പുറം കാര്യങ്ങൾ കുറച്ചുകൂടി ചിട്ടയായി തെരഞ്ഞെടുപ്പുകൾ ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാകാൻ കഴിഞ്ഞു. ആ ഒരു പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്കുണ്ടായ മിന്നുന്ന വിജയം സ്വാഭാവികമായി നേമത്തും ഉണ്ടാക്കാനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ടെന്നാണ് പൊതുവെ നമ്മൾ ധരിക്കേണ്ടത്. മറ്റൊന്ന്, നമ്മൾ പറഞ്ഞ ശബരിനാഥന് ഒട്ടും കുറച്ച് കാണാൻ കഴിയാത്ത ആളാണ്. അങ്ങനെയെങ്കിൽ നോക്കൂ, 2021 ശ്രീ ശിവൻകുട്ടിക്ക് ജയിക്കാൻ ഇടയുണ്ടാക്കിയത് കോൺഗ്രസ് അവരുടെ പാരമ്പര്യമായ വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷവും പിടിച്ചു എന്ന രീതിയിൽ ഇപ്രാവശ്യം സംഭവിക്കുമ്പോൾ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്കാണോ പോകുന്നത്, അതോ മറ്റു ചില അട്ടിമറികൾ നടക്കുമെന്നുള്ളത്? അങ്ങനെ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ട് എന്നുള്ളൊരു ആരോപണം തന്നെ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. അഡ്ജസ്റ്റ്മെന്റുകൾ എന്താണ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് എന്തായാലും ശിവൻകുട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇരട്ട പൂട്ടിട്ട് കൂട്ടിക്കഴിഞ്ഞു, അക്കൗണ്ട് BJPയുടെ അക്കൗണ്ട് തുറക്കാതിരിക്കാൻ വേണ്ടി ഇരട്ട താക്കോല്, അല്ലെങ്കിൽ ഇരട്ട താക്കോലല്ല, ഇരട്ട ലോക്കിട്ട് പൂട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ്, ഡബിൾ ലോക്ക്. അത് അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് ആണ്. പക്ഷെ അങ്ങനെ ഒരു നിസ്സാരമായി താങ്കൾ പറഞ്ഞതുപോലെ തന്നെ BJPക്ക് അങ്ങനെ, BJPക്ക് നേമത്ത് അവരിപ്പം കേരളത്തിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, അതിൽ പല സീറ്റുകളില്ല. അതിൽ ഒന്നാമതായി അവർ പരിഗണിച്ചിരിക്കുന്നത് ഇതാണ്, നിയമമാണ്. അപ്പൊ നിയമം എന്ന് പറയുന്നത് അത് നിയമത്ത് BJP അക്കൗണ്ട് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ എതിർ കക്ഷികൾ നടത്തും. അതിൽ സംശയമില്ലാത്ത കാര്യമാണ്. മാത്രമല്ല, ഇവിടെ ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് എന്താണ്, അതൊരു അഭിമാനമാണ്. കാരണം KS ശബരിനാഥിനെ പോലെ ഒരാളെ നിർത്തുമ്പോഴത്തേക്ക് ഈ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ഒന്ന് സ്ഥാപിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും, ആത്മാർത്ഥമായി പ്രവർത്തിക്കും, ശക്തമായി പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പം ആ കണക്കിൽ നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു നെക്ക് ആൻഡ് നെക്ക് ട്രയാങ്കിൾ പോരാട്ടം എന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ശക്തമായ ഒരു മത്സരം അവിടെ നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.